ഹലോ നമസ്കാരം. നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ക്ലോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം വെബ് ആപ്ലിക്കേഷൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ക്ലോണാണ്. അതായത് നമ്മൾ മൊബൈലിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം അല്ല, നമുക്ക് വെബ്സൈറ്റിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹോസ്റ്റ് ചെയ്യാൻ ഫയർബേസും അതേപോലെ കോഡിംഗ് സെക്ഷനായിട്ട് റിയാക്റ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ വഴിയെ പറയുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, റിയാക്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെ ഫയൽ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എവിടെയാണോ നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷന് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ലൊക്കേഷന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കോഡ് സ്പേസ് ഡോട്ട് എന്നിട്ടതിന് ശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റിയാക്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യുക, npx എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് ക്രിയേറ്റ് ഒരു ഡാഷ് ഇടുക. എന്നിട്ട് റിയാക്റ്റ് ഡാഷ് ആപ്പ് എന്നിട്ട് എന്താണോ നമുക്ക് ആപ്പിൻ്റെ പേരായിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് പേര് ഇൻസ്റ്റാഗ്രാം എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസും അനുസരിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇത് ഇൻസ്റ്റാളായി വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫയർബേസ് നമുക്ക് ഹോസ്റ്റിങ്ങിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫയർബേസ് ആണ്. അപ്പോൾ നമുക്ക് ഫയർബേസ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ കമ്പ്യൂട്ടറിൽ ബ്രൗസർ ഓപ്പൺ ശേഷം അഡ്രസ് ബാറിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫയർബേസ് കൺസോൾ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഫയർബേസ് കൺസോൾ എന്ന് സെർച്ച് ചെയ്യുക. ഫയർബേസ് കൺസോൾ സെർച്ച് ചെയ്താൽ നേരിട്ട് നിങ്ങൾക്ക് ആ പേജിലേക്ക് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരിട്ട് നിങ്ങൾ ഫയർബേസിൽ പോയിട്ട് അതിൻ്റെ മുകളിലുള്ള ഫയർബേസ് കൺസോളിലേക്ക് പോയാൽ മതി. ഏത് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരിട്ട് ഫയർബേസ് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് console.firebase.google.com ഇതിൽ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ അക്കൗണ്ടുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കാം. ഞാൻ പ്രൊജക്റ്റിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റം വരുത്താം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ഡിഫാൾട്ട് അക്കൗണ്ട് ഫോർ ഫയർബേസ് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുള്ളൊന്ന് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട, ഏതാനും സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ക്രിയേറ്റ് ആയി വരും. ഓക്കെ, ക്രിയേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് യുവർ ന്യൂ പ്രൊജക്റ്റ് ഈസ് റെഡി എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഏതാണ്ട് അത് നമുക്കിതുപോലെ ഒരു പേജായിരിക്കും തുറന്നു വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഈ വെബ് എന്നുള്ളൊരു ഐക്കണ് തന്നിട്ടുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആപ്പിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ഇൻസ്റ്റാഗ്രാം എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ആൾസോ സെറ്റപ്പ് ഫയർബേസ് ഹോസ്റ്റിംഗ് ഫോർ ദിസ് ആപ്പ്, അതായത് നമുക്കിത് എന്ത് ചെയ്യണം, ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊന്ന് ടിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് രജിസ്റ്റർ ആപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു തരും. അതൊക്കെ നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ പോവുക. ഓക്കെ, ഈ കോഡ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതായത് നമുക്ക് ഫയർബേസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ബാക്കി ഇവിടെ ഇതിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അത് നമുക്ക് വഴിയെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഫയർബേസ് ടൂളും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ആദ്യം ഈ npm ഇൻസ്റ്റാൾ ഫയർബേസ് ടൂൾ എന്നുള്ളതും അതേപോലെ npm ഇൻസ്റ്റാൾ ഫയർബേസ് ഇത് രണ്ടും നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന് തൽക്കാലം ഇതാണ് കോപ്പി ചെയ്യുന്നത്. ആൾറെഡി ഞാനിവിടെ വന്ന് ഫയർബേസ് ആഡ് ചെയ്തുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല. എൻ്റെ കമ്പ്യൂട്ടറിൽ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫയർബേസിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇതെല്ലാം ആവശ്യം വരുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് ചെയ്യാം. ഗോ ടു കൺസോളിൽ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ ആപ്പ് ക്രിയേറ്റ് ആയി. ഇനി നമുക്കിതിലെ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. വീണ്ടും നമ്മളതിലേക്ക് തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൺ പ്രോഗ്രസ് ആണ്. ക്രിയേറ്റ് ചെയ്യുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറിയിൽ നിന്ന്, അതായത് റിയാക്റ്റ് എന്നുള്ള ഈ ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഡയറക്ടറിയിലേക്ക് പോകണം. എല്ലാവർക്കും പറ്റുന്നൊരു എററാണ്. അവരെന്ത് ചെയ്യും? npm സ്റ്റാർട്ട് എന്ന് ഇവിടെ തന്നെ നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നാൽ അങ്ങനെ കൊടുത്താൽ അത് നമ്മളെ പ്രോഗ്രാമിൽ എറർ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡയറക്ടറിയിലേക്ക് നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ CD എന്നിട്ടതിന് ശേഷം CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി, അതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇൻസ്റ്റാഗ്രാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടടിക്കുക. ആ ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ നമ്മൾ npm സ്റ്റാർട്ട് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് റൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഫയർബേസിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിവിടെ ഫയർബേസ് സെറ്റ് ചെയ്തിരുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മളത് ഫയർബേസ് ടൂളാണ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഫയർബേസ് ടൂളും അതേപോലെ ഫയർബേസും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ വന്ന് തൽക്കാലം ഫയർബേസും അതേപോലെ ഫയർബേസ് ടൂളും ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫയർബേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളിവിടുന്ന് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇന്ന് ഞാനിവിടെ വന്ന് ഫയർബേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയർബേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ npm എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഫയർബേസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ആവുകയാണെന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇൻസ്റ്റാൾ ആവൂ. ഇൻ്റർനെറ്റ് കണക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫയർബേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാളായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടത് നമ്മുടെ ഫയർബേസ് നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഫയർബേസ് ടൂളാണ്. അപ്പോൾ ഇവിടെ വന്ന് npm ഇൻസ്റ്റാൾ, അതിനുശേഷം ഇവിടെ വന്ന് ഫയർബേസ് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കും. അപ്പോൾ നമുക്ക് ആ ഫയർബേസ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് ഇവിടെ റണ്ണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്, ഇതിൽ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫയലുകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകളുണ്ട്. അപ്പോൾ ആ ഫയലുകൾ നമ്മൾ എന്ത് ചെയ്യുക? srcയിൽ പോവുക. അതിനുശേഷം ആദ്യം തന്നെ നമ്മളിവിടുന്ന് ഒഴിവാക്കുന്നത് ഈ app.test എന്നുള്ള ഫയലാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് logo.svg എന്നുള്ള ഫയലാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് setup.test എന്നുള്ള ഫയലാണ്, setup ടെസ്റ്റസ് എന്നുള്ള ഫയലാണ്. അതേപോലെ തന്നെ റിപ്പോർട്ട്സ് വെബ്സ് എന്നുള്ള ഈ ഫയലും നമുക്ക് എന്ത് ചെയ്യുക? ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഡിലീറ്റിൽ അമർത്തിയത് ഇവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് app.jsൽ പോയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അതായത് ഈ മെസ്സേജ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എററുകൾ വരും. അപ്പോൾ ഈ ആദ്യം തന്നെ നമുക്ക് app.jsൽ പോയിട്ട് ഈ ഭാഗം നമുക്കിതൊന്ന് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹെഡർ ഫയലിലേക്ക് കുറച്ച് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗവും നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് index.jsൽ നമുക്ക് ഇവിടെ ഈ ഫയൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഈ ഭാഗത്ത് വരുന്ന ഈ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒഴിവാക്കാം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നും കൂടി സേവ് ചെയ്യാം. ഈ ഫയൽ സേവ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഫയലും സേവ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് h1ൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ജസ്റ്റ് h1 എന്നുള്ള ടാഗ് ഇട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വന്ന് ടൈപ്പ് ചെയ്തു കോഡിംഗ് ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ഇൻസ്റ്റാഗ്രാം ക്ലോൺ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഒന്നും കൂടി റൺ ചെയ്യിപ്പിക്കാം.
ഓക്കെ, എന്നിട്ട് നമുക്കിതിൽ എന്താണോ ചേഞ്ച് വന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ. അപ്പോൾ നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് സ്ക്രീനിൽ ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്ലോണാണ്. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വരുന്ന ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.